സൂപ്പർ, അടിപൊളി. എല്ലാരും പോയി കാണാം. ഒരു ദീപാവലി പോലെ പടക്കം പൊട്ടിയ പോലെ അടിപൊളി, സൂപ്പർ. അടിപൊളി പടം. ഒന്നും പറയാനില്ല ബ്രോ, എന്തായാലും മസ്റ്റ് വാച്ച്. കാണോട്ടെ, പൊളി മൂവിയാണ്. എല്ലാ വട്ടവും ചിന്നി പൊളിച്ച് പടം സൂപ്പറാണ്. നല്ല പാട്ടുണ്ട്. വന്നതിന് താങ്ക് യു. താങ്ക് യു. പൊളി, പൊളി, പടം പൊളി, പടമായിട്ട് പൊളി. അടിപൊളി, അടിപൊളി. കണ്ടിട്ട് പറയും, നിങ്ങളെല്ലാവരും കണ്ടിട്ട് പറയും. വി ആർ ഹാപ്പി. താങ്ക് യു സോ മച്ച്. പെർഫോമൻസ് ഒക്കെ കണ്ടിട്ടല്ലേ ജനിച്ചോ? കിട്ടില്ലായിരുന്നു. ചത്താ പച്ച ഇത് തന്നെയാണ്, ചത്താലും ജയിക്കും. ഇത് തന്നെയാണ് അതിൻ്റെ പ്ലോട്ട്, മെയിൻ പ്ലോട്ട്. ഈ പടം സൂപ്പർ ഹിറ്റാണ്, ബമ്പർ ഹിറ്റാണ്, ഒരു രക്ഷയില്ല. അർജുൻ അശോകൻ്റെയും റോഷൻ്റെയും വിശാഖിൻ്റെയും വിശാന്തിൻ്റെയും ഒക്കെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയാണ്. അവർക്ക് ഇനി വലിയ വലിയ അവസരങ്ങൾ ഇനി ഉണ്ടാവും. അവർ ഇന്ന് വരെ ചെയ്തതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിൻ്റെ ഡയറക്ഷൻ അടിപൊളിയാണ്, ഇതിൻ്റെ സ്ക്രിപ്റ്റ് അടിപൊളിയാണ്. ഇതിൽ നമ്മൾ ഇന്ന് വരെ മലയാള സിനിമ കാണാത്ത തരം ഒരു മേക്കിംഗ് ആണ്, സ്റ്റണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഹോളിവുഡ് സിനിമകളിലൊക്കെ നമ്മൾ റെസ്ലിംഗ് പോലത്തെ സംഭവങ്ങൾ കണ്ടിട്ടുള്ളതാണ്. മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു കൊച്ചി ബേസ് ചെയ്തുകൊണ്ട് ആ സിനിമ, ആ കഥ പറയുന്ന സിനിമ. എന്തായാലും ഇത് ബ്ലോക്ക് ബസ്റ്റർ ആണെന്നുള്ള യാതൊരു സംശയം. ഇത് ഒരു കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങൾക്കും വന്ന് കണ്ട് രസിക്കാൻ പറ്റിയ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള നല്ല സിനിമയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ വന്ന് കണ്ടോ. ഒരു ലാഗും ഇല്ല, ഒരു നമ്മൾ വിചാരിച്ച തരത്തിലേക്കല്ല. ഇതിന് മേക്കിംഗ് വേറെ ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. പടം നല്ല രസമാണ്. ഇത് വാൾട്ടർ എന്ന് പറയുന്ന വാൾട്ടറിൻ്റെ പിള്ളേർ, അതായത് എയറിൽ പറക്കുന്ന ഏത് പേരാണോ ആ ആര് ക്യാമിയായിട്ട് എത്തുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രത്യേകത. അതുകൊണ്ട് നിങ്ങൾ ഒസ്ലർ സിനിമ കണ്ടിട്ടുണ്ടോ, അതുപോലെ ഈ സിനിമയും ഹിറ്റാവും, ഒരു സംശയം വിചാരിക്കേണ്ട. നൂജന് കൈമാറ്റം നടത്തിയിട്ടുണ്ടെന്നുള്ളത് ഒരു സംശയം വിചാരിക്കേണ്ട. ഈ പടം വിൻറ്റേജ് ഹിറ്റാണ് ഈ സിനിമ. നൂജൻ ഹിറ്റാണ്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല മേക്കിംഗ്, നല്ല ക്വാളിറ്റിയുള്ള നല്ല മ്യൂസിക്, നല്ല ബീജിങ്, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല സ്റ്റൈല് സിനിമയാണ്. നിങ്ങൾ ടെക്നിക്കലി വളരെ പെർഫെക്റ്റ്, വെരി ഗുഡ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഓൾ ദ വേ നന്നായിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ മമ്മൂട്ടി വരുന്നത് ഇറ്റ് വാസ് എ ഗ്രേറ്റ് സർപ്രൈസ്. അങ്ങനെ ആരും പറഞ്ഞു കേട്ടിരുന്നില്ല. നന്നായിട്ടുണ്ട്. തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഫുൾ ഫൈറ്റ് സൂപ്പർ മോഡാണത്, അടിപൊളിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. എന്താ പറയേണ്ടത്, അടിപൊളി. അദ്വൈത് നായർ തകർത്ത്. ഒരുപാട് പേരെ പരിശ്രമമുണ്ട് ഈ സിനിമ. കാരണം ഒരാളുടെ അല്ല, ഒരുപാട് പേരെ പരിശ്രമം. അത് വിജയിച്ച്. പിന്നെ നമ്മുടെ മമ്മൂക്ക ഒന്നും പറയാനില്ല. എന്താ പറയേണ്ടത്, എല്ലാവർക്കും പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഇതിൻ്റെ പ്രവർത്തകരും എല്ലാവരും വിജയിച്ച് എന്ന് വേണം പറയാം. കാരണം ഇത്രയ്ക്കും ആളുകളുടെ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം തിയേറ്ററിൽ നല്ല ആഘോഷം, കരഘോഷമുള്ളത്. കാരണം നമ്മൾ ഒരു റെസ്ലിംഗ് ഇത് കാണാൻ വേണ്ടി പോണതിൻ്റെ ഒരു കൂടാണ് ഈ പടത്തിന് കിട്ടിയേക്കുന്നത്. എന്തായാലും അദ്വൈത നായരും പിന്നെ ഇതിൻ്റെ പ്രവർത്തകരും പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. പടം ഇതിൽ അഭിനയിച്ചവരൊക്കെ സൂപ്പർ. എല്ലാവരും നല്ല പരിശ്രമം, സൂപ്പറായിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. എല്ലാവരും ഇത് കാണണം. മമ്മൂട്ടി എല്ലാവർക്കും എന്ത് സന്തോഷമാണെന്ന് അറിയോ. മമ്മൂട്ടിനെ കണ്ടപ്പോൾ എല്ലാവരും എല്ലാവരും ഫുൾ ക്ലാപ്പായിരുന്നു. ഈ സിനിമ എല്ലാവരും എന്തായാലും പോയി കാണണം. ഏറ്റവും കൂടുതൽ റോഷൻ മാത്യു. കുസ്തി കൂടണം. വീഡിയോ ഒക്കെ പൊളിയല്ലേ. സൂപ്പർ, അടിപൊളി. എല്ലാവരും മസ്റ്റായിട്ട് കാണേണ്ട ഒരു പടം. മമ്മൂട്ടിൻ്റെ ഒക്കെ മിക്സിംഗ് എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഫൈറ്റ് ആയാലും ഇമോഷൻസ് ആയാലും കുട്ടികളേതായാലും എൻ്റെ മകൻ ഇതിൽ ആക്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ എല്ലാവരും മസ്റ്റ് വാച്ച്. കേൾക്കാൻ പറ്റണല്ലോ ബഹളം കാരണം. പറഞ്ഞു ചോദിച്ചോ. അടിപൊളി. അവരെല്ലാവരും ഭയങ്കര സ്നേഹം
അഭിനയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതാണ് വേണ്ടത് അല്ല എല്ലാവർക്കും ഇഷ്ടമാണല്ലോ വേണ്ടത് എല്ലാരും കാണണമല്ലോ അതാണ് അതിന്റെ ഇത് പറയേണ്ടത് നമുക്ക് വേറെ ഒന്നും പറയാനില്ല അല്ലേ ഇത്രയും പറയാനുള്ള മക്കളെ സന്തോഷം സന്തോഷം Best movie of 2026, such good acting, such great fights, best music, everyone will watch it, book your tickets and have fun. Whom do you like the most? My favorite? Ishan Shokar. Yeah, my favorite character. Have you ever been watched WWE? No, my first time and I enjoyed it so much. Great fights. Thank you.